ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഹൈദരാബാദ് ഒന്ന് കറങ്ങാൻ ഇറങ്ങാണ്. അപ്പോൾ ആദ്യമേ ഞങ്ങൾ നേരെ വിട്ടത് രാജമുണ്ട്രി റെസ്റ്റോറൻറ്റിലായിരുന്നു. അവിടുത്തെ കോംബോ മീൽ ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അവിടെ 3, 6, 9 കറീസുള്ള കോമ്പോസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ബംഗനപ്പള്ളി റൈസും നോർമൽ റൈസിലും അവർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബംഗനപ്പള്ളി റൈസിലാണ് ട്രൈ ചെയ്തത്. മസ്റ്റ് ട്രൈ ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗോലി സോഡ കുടിച്ചു. അതും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. അത് പൊട്ടിക്കാൻ പറ്റ പാടൊക്കെ ആട്ടോ ആദ്യമേ കണ്ടതൊക്കെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ പോയത് ജോയ് ആലുക്കാസിലായിരുന്നു, കൂക്കട്ട്പള്ളിയിലെ. അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഇപ്പോൾ നമ്മളുള്ളത് കൂക്കട്ട്പള്ളിയിലെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതാണ് എക്സിബിഷൻ. അത്യാവശ്യം ഇങ്ങനെയൊക്കെയായിരുന്നു കാണാൻ. ഒരാൾക്ക് 150 രൂപയായിരുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇങ്ങനെ അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഇതിനുള്ളിൽ. അങ്ങനെ കുറേ തരത്തിലുള്ള മീനുകൾ കണ്ടു. പല നിറത്തിലുള്ള പല വെറൈറ്റീസിലുള്ള മീനുകളൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നു വരുമായിരുന്നു. ഈ ന്യോൺ കളർ ആദ്യമായിട്ട് കാണുന്നൊരിതായിരുന്നു. പിന്നെ ഈ ചുവന്ന മീനാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വലിയ മീനുകളെയും ഒക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ അക്വേറിയത്തിലും വലിയ അക്വേറിയത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഈ ടണൽ പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഞങ്ങൾക്ക് കാണാനുണ്ടായി. അതിൻ്റെ നേരെ ഈ കാണുന്നത് ഒരു മരിച്ച മീനിനെ അറ്റാക്ക് ചെയ്യുന്ന ബാക്കി മീനുകളിനെയാണ് കേട്ടോ. അത് മരിച്ചുപോയ മീനായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ അറിഞ്ഞപ്പോൾ വന്നത് ഞങ്ങൾ രണ്ടുപേരുടെ മുന്നിലേക്കാണ്. മത്സ്യകന്യകമാർ അവരിടയ്ക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി മുകളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതിന് താഴെ വന്നു, ഞങ്ങൾ എൻ്റർടൈൻ ചെയ്തു. അങ്ങനെ നല്ല രസമായിരുന്നു ഇത് കുറച്ച് നേരം കണ്ടു നിൽക്കാനൊക്കെ. അങ്ങനെ പ്രത്യേകിച്ച് എക്സിബിഷനിൽ കാണാൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇവിടുത്തെ ഈ എക്സിബിഷനെക്കാട്ടിലും ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നിയ അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബാക്കി ഈ വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാരും കച്ചവടക്കാരും അവരൊക്കെ കണ്ട് അങ്ങനെ നടന്ന് പോകാൻ അതും അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് സ്മോക്ക് ബിസ്ക്കറ്റ് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അവിടെ കണ്ടൊരു വെറൈറ്റി ആയിട്ടായിരുന്നു. നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ ഞാൻ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ നടന്ന് കുറേ മുന്നിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ അങ്ങനെയൊക്കെ കണ്ടു. ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ ഇത് അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മൾ വീഡിയോ നിർത്താൻ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.